നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിറ്റത് 6 ലക്ഷം രൂപ വരെ ഈടാക്കിയെന്ന് CBI. പേപ്പർ ചോർന്നത് പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപ്. ഡാർക്ക് വെബിലും ടെലഗ്രാമിലും അടക്കം വിൽപ്പന നടന്നതായും കണ്ടെത്തൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യത്തിനെതിരായ ED ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി. കേസ് പരിഗണിക്കുന്ന ജൂൺ 25 വരെ കെജ്രിവാൾ ജയിലിൽ തുടരും. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. കേന്ദ്ര സർക്കാർ പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചെന്ന് മുഖ്യമന്ത്രി. വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുഖ്യമന്ത്രിയെ വീണ്ടും അധിക്ഷേപിച്ച് K. സുധാകരൻ. പിണറായി വിജയൻ ദുർഭൂതമെന്ന് പരാമർശം. തിരുത്തൽ തുടങ്ങേണ്ടത് മുഖ്യമന്ത്രിയിൽ നിന്ന്. MV ഗോവിന്ദൻ പിണറായിയുടെ പണപ്പെട്ടി സൂക്ഷിപ്പുകാരനായി തരം താഴ്ന്നെന്നും സുധാകരൻ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തക്കാളിക്കും ബീൻസിനും പൊള്ളുന്ന വില. വിലക്കയറ്റത്തിന് കാരണം പുറത്തുനിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതെന്ന് കർഷകർ. യൂറോ കപ്പിൽ കരുത്തരുടെ പോരാട്ടം. ഫ്രാൻസ് നെതർലൻഡ്സ് പോരാട്ടം കാത്ത ആരാധകർ. മത്സരം പുലർച്ചെ 12:30. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിറ്റത് 6 ലക്ഷം രൂപയ്ക്കെന്ന് CBI. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപ് ഡാർക്ക് വെബിലും ടെലഗ്രാമിലും ചോദ്യപേപ്പർ വന്നുവെന്ന് CBI കണ്ടെത്തി. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ബീഹാറിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം.